ഹലോ, വളരെ എളുപ്പത്തിലൊരു മസാല ദോശ ഉണ്ടാക്കിയാലോ. 2 ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റും എടുത്ത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും പെട്ടെന്ന് വേവാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അല്പം ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് 4 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി 2 സവാള ചെറുതായി അരിഞ്ഞത്, അതായത് ഓംലേറ്റിനൊക്കെ നുറുക്കുന്ന പോലെ അങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് അല്പം ഇഞ്ചിയും അല്പം വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഈ മസാലയിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ മിക്സിലേക്ക് അല്പം ഗരം മസാലയും പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മസാല തയ്യാറായി. ഇനി ദോശ ചുടാം. നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പം മസാല ദോശ റെഡിയായി. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ടൊമാറ്റോ ചട്നിയാണ് സൂപ്പർ. ടൊമാറ്റോ ചട്നിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.